الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് പരമാവധി സൂക്ഷ്മതയോടെ ജീവിക്കണേ എന്നെല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ചെറിയ പെരുന്നാൾ സുദിനത്തിൽ സംഗമിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. നാം ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹു അതിൻ്റെതായ അർത്ഥത്തിൽ സ്വീകരിച്ച് പ്രതിഫലാർഹമായ രീതിയിൽ പരലോകത്ത് പ്രയോജനപ്പെടുന്ന കർമ്മങ്ങളാക്കി മാറ്റുമാറാകട്ടെ. ഏവർക്കും സന്തോഷത്തിന്റെ ഈദുൽ ഫിത്തർ നന്മകൾ നേരുകയാണ്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലം വിശുദ്ധ ഖുർആനിന്റെയും നോമ്പിന്റെയും മാസമായ റമദാൻ, ആ റമദാനിനെ നമ്മൾ യാത്രയാക്കിയിരിക്കുന്നു. റമദാനിന്റെ വിലയേറിയ രാപ്പകലുകൾ നമ്മളിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു. നമ്മളെല്ലാവരും മത്സരിച്ച് അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ചെയ്ത ഒരു മാസമാണ്. ഖുർആൻ ഒരു തവണയെങ്കിലും പൂർത്തിയാക്കി മുഴുവനായും ഓതി തീർത്ത ഒരു മാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധം 5 നേരവും ജമാഅത്ത് നമസ്കാരം ഒഴിയാതെ പോയ ഒരു മാസമാണ്. കുടുംബത്തോടൊപ്പം ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ ആസ്വദിച്ച് നിർവഹിച്ച ജീവിച്ച ഒരു മാസമാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിരുന്ന അവസാനത്തിലേക്കൊക്കെ എത്തിയപ്പോൾ ഇതത്ര പെട്ടെന്ന് തീർന്നു പോകരുതേ എന്ന് ആഗ്രഹിക്കും വിധത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുകയുണ്ടായി. നമ്മളിൽ സംഭവിച്ച ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ പാപഭാരങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൂടിയ രാത്രികളായിരുന്നു. മറ്റെല്ലാ തരം പുണ്യങ്ങളിലും നമ്മൾ ഏർപ്പെട്ടു. ഓരോ നിമിഷവും വളരെ ചിട്ടയോടുകൂടിയാണ് റമദാനിനെ നമ്മൾ മുന്നോട്ട് നീക്കിയത്. ഒടുവിൽ അള്ളാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹം അതൊന്നുകൊണ്ട് മാത്രം ഈ പെരുന്നാളിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു. ഈ ഒരു മത്സരബുദ്ധി അനുഷ്ഠാനങ്ങളിൽ ഇബാദത്തിലുകളുള്ളത്
എല്ലാ കാലത്തും നമുക്ക് തുടരാൻ കഴിയണമെന്നതാണ് പെരുന്നാളിൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. പരലോകത്തിന്റെ കാര്യത്തിൽ കിടമത്സരം നടത്തുന്നവർ മത്സരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ലോകത്ത് മറ്റു പല മുസ്ലിങ്ങൾക്കുമില്ലാത്ത, പല രാജ്യങ്ങളിലെയും വിശ്വാസികൾക്കില്ലാത്ത വലിയ ഒരു അനുഗ്രഹമാണ് ഈ പെരുന്നാളിൽ സംഗമിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ ശരിക്കും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് നാം അത് ചൊല്ലുന്നത്. ഇതേ സമയം നമുക്കറിയാം, നമ്മളെല്ലാവരും മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളായ വിശുദ്ധ ഗേഹമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റിലുമുള്ള പലസ്തീനിലെ പാവപ്പെട്ട വിശ്വാസികൾ. അവർ യുദ്ധത്തിന്റെ, പട്ടിണിയുടെ വലിയ പ്രയാസങ്ങളിലാണുള്ളത്. 34,000-ലധികം 35,000-ഓളം ആളുകൾ ഈ ഒരു അവസാനത്തെ ക്രൂരതയിൽ മാത്രം ജീവൻ അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരു വംശഹത്യയാണ് പലപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ആശീർവാദത്തോടു കൂടി അവിടെ നടക്കുന്നത്. അവിടെ നിഷ്ഠൂരമായി അവരെ വീടുകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, മസ്ജിദുകൾ എല്ലാം തകർത്തു തരിപ്പണമാക്കിയ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വിധം ദിവസങ്ങളോളം ഒരു പച്ചവെള്ളം പോലും കിട്ടാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന കുട്ടികളുടെ ചിത്രങ്ങൾ അത്യധികം വേദനിപ്പിക്കുന്നതാണ്. നമുക്ക് നമ്മളുടെ നോമ്പ് തുറക്കും അത്താഴത്തിനുമൊക്കെ വല്ലതും കുറഞ്ഞാൽ, വല്ല കംപ്ലൈന്റും ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം. ഒന്നും കിട്ടാതെ അന്യായമായി തുറുങ്കിലടക്കപ്പെട്ട നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകൾ ലോകത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടുകളായി തുടരുന്ന ജൂതന്മാരുടെ ക്രൂരമായ കുടിലതകളാണ് യഥാർത്ഥത്തിൽ പലസ്തീനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത മുസ്ലിങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. അവിടെയാണ് അനുഗ്രഹീതമായ ഈ ഈദുൽ ഫിത്തറിന്റെ മഹത്തായ ഈ സുദിനത്തിൽ നമ്മൾ റബ്ബിന് ആത്മാർത്ഥമായി നന്ദി പ്രകടിപ്പിക്കേണ്ടത്. പറയത്തക്ക പ്രയാസങ്ങൾ ഇപ്പോൾ നമുക്കില്ല. ഒരുപക്ഷേ പലസ്തീനുകാർ ഇന്ന് അനുഭവിക്കുന്നതിനേക്കാളും വലിയ അനുഭവങ്ങൾ അള്ളാഹു നമുക്ക് കരുതി വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ രാജ്യവും ആ രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ദുരന്തപൂർണമായ ഒരു കാഴ്ച നമ്മളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് നമ്മൾ ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കണം. നിങ്ങൾ നോമ്പിന്റെ എണ്ണം പൂർത്തിയാക്കി വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, ഇതിന് വഴിയേകിയ അള്ളാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കാൻ, അവന്റെ തക്ബീർ മുഴക്കാൻ വേണ്ടിയാണ് നോമ്പിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റമദാനിൽ നമ്മെ എത്തിച്ചതിന്, റമദാനിൽ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയതിന്, ഈ മഹത്തായ പെരുന്നാളിൽ എത്തിച്ചതിന്, അതിന് സൗഭാഗ്യം നൽകിയതിന്, നമുക്ക് ആരോഗ്യവും ആയുസ്സും ആത്മാർത്ഥതയും സന്മനസ്സുമൊക്കെ പ്രദാനം ചെയ്യുന്നതിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയണം. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല, അത്രയും വലിയ അനുഗ്രഹങ്ങളാണ്. പക്ഷേ ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ, എത്ര വലിയ അനുഗ്രഹം കിട്ടിയാലും ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെ നന്ദി കെട്ടവനും അക്രമിയുമാണ് മനുഷ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരിക്കൽ ഒരു മാർക്കറ്റിൽ വെച്ച്, ചന്തയിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവനായ ഒരു വ്യക്തിയെ കാണുകയാണ്. അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ. ഖുർആനിലോ ഹദീസിലോ വന്ന ഒരു പ്രാർത്ഥനയല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹത്തോട് ചോദിച്ചു, മിൻ അയ്ന അതൈത ബിഹാദ ദുആഇ, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന കിട്ടിയത്? പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ ആ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് അദ്ദേഹം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രാർത്ഥന താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അദ്ദേഹം ഭരണം നടത്തുന്ന കാലാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഖലീലുൻ മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ എണ്ണം കുറവാണ്, ആ കുറഞ്ഞ ആളുകളിൽ എന്നെ പെടുത്താനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഫബകാ ഉമറു, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കരച്ചിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, കുല്ലുൻ നാസി അഫ്ഖഹു മിൻക യാ ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് തന്നോട് തന്നെ പറയാ, മനുഷ്യന്മാർക്കൊക്കെ ഉമറിനെക്കാളും അറിവുണ്ട് ഉമറെ എന്ന് അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു. അപ്പോ ആ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടണം, അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന. നമ്മൾ പെരുന്നാളിന് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു തന്നെയാണ് ഏറ്റവും വലിയവൻ, വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവെ നിനക്ക് മാത്രമാണ് എല്ലാ സ്തുതിയും എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയണം. കാരണം അള്ളാഹുവാണ് നമുക്കെല്ലാം നൽകിയത്, നമുക്ക് എന്തൊക്കെ ഉണ്ടോ അത് നൽകിയതെല്ലാം അള്ളാഹുവാണ്.
എന്തൊക്കെ നമുക്കില്ലയോ അത് നൽകാത്തവൻ അല്ലാഹുവാണ്. നമ്മുടെ ശരീരം, അവയവങ്ങൾ, നമ്മൾ കഴിക്കുന്ന വസ്ത്രം, നമ്മളുടെ ഭക്ഷണം, വസ്ത്രം, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും, നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ നൂറുകണക്കിന് അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം നൽകിയത് അല്ലാഹുവാണ്. ജീവിതത്തിൽ ഇത്തരം അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ സാധിക്കാത്ത ആളുകളെ നമ്മൾ ഓർക്കണം. ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ, നമുക്ക് പറയത്തക്ക പേടികൾ ഇപ്പോഴില്ല. വിശന്ന് പട്ടിണിയിൽ കഴിയുന്ന ആളുകൾ, നമ്മൾക്ക് താരതമ്യേന നമ്മളുടെ നാട്ടിൽ പട്ടിണി വളരെ കുറവാണ്. നിത്യവും ബുൾഡോസറുകളും ബോംബുകളും തോക്കുകളും മുന്നിൽ കണ്ട് മരണം ഏതു സമയവും കാത്തു കഴിയുന്ന എത്രയോ ആളുകൾ. അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് പറയണം. ഈ റമളാനിൽ നമ്മൾ ഒരുപാട് നന്മകൾ ശീലിച്ചു. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് തന്നെയാണ്. ആ നന്മകൾ നമ്മൾ ഇനിയും പതിവായി നിർവഹിക്കണം. ഈ പെരുന്നാളിന് നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണത്. 5 നേരവും ജമാഅത്ത് നമസ്കാരത്തിന് ഏത് പള്ളിയിൽ ഞാൻ എത്തും, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുമെന്ന് തീരുമാനിച്ച നമ്മൾ റമളാൻ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്ത റമളാനിന് നോക്കാം എന്ന ഒരു രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, കൂനൂ റബ്ബാനിയീന വലാ തകൂനൂ റമളാനിയീന. നിങ്ങൾ റബ്ബാനികളാകണം, എല്ലാ കാലത്തും റബ്ബിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്നവർ. വലാ തകൂനൂ റമളാനിയീന, റമളാനിൽ മാത്രം പടച്ചവനെ കണ്ട അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ മാറാൻ പാടില്ല. നമ്മൾ വേറിട്ട് പോകുന്ന തിന്മകളിലേക്ക് ഇനി നമ്മൾ ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ, പതിവായി വിശ്വാസി ചെയ്യുന്ന അമലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വഇൻ ഖല്ല, അത് അളവ് എത്ര കുറഞ്ഞാലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു അക്ബറിന്റെ അർത്ഥം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. അത് ഏറ്റവും വലിയൊരു പ്രതിജ്ഞയാണ്. എന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എന്റെ എല്ലാ ഇഷ്ടങ്ങളെക്കാളും മറ്റെല്ലാവരുടെ ഇഷ്ടത്തെക്കാളും എപ്പോഴും എവിടെയും ഞാൻ പ്രാമുഖ്യം നൽകുമെന്നൊരു പ്രതിജ്ഞയാണ്. സ്വന്തം വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ, നാട്ടിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ, നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ, ഏതേത് രംഗങ്ങളിൽ നമ്മൾ വ്യവഹരിക്കുമ്പോഴും എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് അതറിഞ്ഞതനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോമ്പിന് ശീലിച്ചത് അതാണ്. നോമ്പിന് നമ്മൾ അലാറങ്ങളില്ലാതെ അത്താഴത്തിന് എണീറ്റെങ്കിൽ, അല്ലെങ്കിൽ അലാറങ്ങൾ കൊണ്ട് എണീറ്റെങ്കിൽ, ആ അലാറങ്ങൾ അത്താഴ സമയങ്ങളിൽ ഇനിയും പതിവ് തെറ്റാതെ മുടങ്ങണം. 3:30 4 മണിക്കോ വെച്ച ആ അലാറത്തിന്റെ സമയം നമ്മളതിനി ഓഫാക്കണ്ട. എല്ലാ ദിവസവും നമ്മൾക്ക് ആ സമയത്ത് എണീറ്റാൽ അള്ളാഹു നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ ഇസ്തിഗ്ഫാറിനും തൗബക്കും വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. തഹജ്ജുദിന്റെ സമയമാണ്. പതിവായി നമ്മൾ നിർവഹിച്ച തറാവീഹ് നമസ്കാരം, ഖിയാമുൽ ലൈൽ നമസ്കാരം, അതിനിയും പതിവാക്കാൻ കഴിയുന്ന അത്ര നമ്മൾ തുടരണം. മസ്ജിദുമായിട്ടുള്ള ബന്ധം തുടരണം. പരലോകത്ത് ആർക്കും സഹായം ചെയ്യാത്ത ഏറ്റവും വലിയ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നമുക്ക് തണല് കിട്ടുന്നത് 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം റസൂലുള്ളാഹി പഠിപ്പിച്ചത്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി, മസ്ജിദുകളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തി. അത് നമ്മൾ ഇനി നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ വീട്ടിൽ വെച്ചോ മറ്റോ ഒറ്റക്കോ നിസ്കരിക്കുക എന്നത് പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് പാടില്ല. അവർക്ക് 5 നേരത്തെ ജമാഅത്തും പള്ളിയിൽ വന്ന് തന്നെ നിസ്കരിക്കാതിരിക്കണമെങ്കിൽ ശറഈയായ കാരണം വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെയാണ് ഖുർആൻ നമ്മൾ പാരായണം ചെയ്തു, അർത്ഥസഹിതം പഠിച്ചു. ഒരുപാട് നമ്മൾ ഖുർആൻ ജീവിതത്തിൽ റമദാനിൽ നമ്മളുടെ ഭാഗമാക്കി. ഖുർആൻ അത് ഓതുക പുണ്യമുള്ള കാര്യമാണ്. അതിന്റെ അർത്ഥം പഠിക്കുക, അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് അതിന്റെ ആശയങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഇതെല്ലാം നമ്മളുടെ ബാധ്യതകളാണ്. മൊബൈലിൽ നമ്മൾ ഖുർആന്റെ ആപ്ലിക്കേഷനിൽ ഒരു ബുക്ക് മാർക്ക് അടയാളം വെച്ചെങ്കിൽ ആ അടയാളങ്ങളിൽ ഇനിയും നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കണം. ഒരു നിശ്ചിത അളവ് എല്ലാ ദിവസവും ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ തന്നെയാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരം. നമ്മളുടെ തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഉള്ളതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ നമ്മൾ നിശ്ചയമായും റമദാനിൽ അത്യാവശ്യം നിയന്ത്രിച്ചു. ഈ നിയന്ത്രിച്ചുപയോഗിച്ചത് ഇനിയുള്ള കാലത്തും തുടരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ സമയനിഷ്ഠതയോടെ, അള്ളാഹുവിനെ പേടിച്ച്, ക്ഷമയോടെ, സഹനത്തോടെ, സത്യസന്ധമായി ജീവിച്ച ഈ ഒരു കാലഘട്ടം ഒരുപക്ഷേ റമദാനിന്റെ ചൈതന്യം അതുപോലെ തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ? അള്ളാഹുവിന്റെ തൗഫീഖുണ്ടെങ്കിൽ സാധിക്കും. നമ്മുടെ സംസാരം, നമ്മുടെ അവയവങ്ങളെ, നമ്മളുടെ കണ്ണിനെയും കാതിനെയും ഒക്കെ നമ്മൾ റമദാനിൽ നിയന്ത്രിച്ച് നിർത്തി എല്ലാവരുമായും
നല്ല ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചു. അതുപോലെയുള്ള ഒരു ജീവിതം ഇനിയും നമുക്ക് തുടരാനാവണം. പുകവലിച്ചുകൊണ്ടിരുന്ന പലരും റമദാനിൽ പുകവലിച്ചിട്ടില്ല. ക്ലബിൽ പോയിരുന്ന പലരും റമദാനിൽ ക്ലബിൽ പോയിരുന്നിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല. നമ്മളുടെ ചങ്ക് ബ്രോസിന്റെ കൂടെ അങ്ങനെയുള്ള അനാവശ്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അതിനിയും അതുപോലെ തന്നെ തുടരാൻ എന്താണ് നമുക്ക് തടസ്സമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മളുടെ യുവതലമുറയെ ഗ്രസിച്ച ലഹരി എന്ന് പറയുന്ന വലിയൊരു ദുരന്തം, അതിനെക്കുറിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. സ്വയം തീരുമാനിച്ച് അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് മാത്രമേ പരിഹാരമുള്ളൂ. എനിക്ക് അല്ലാഹുവാണ് ഏറ്റവും വലുത്. അല്ലാഹു തിരിച്ചു വിളിക്കുമ്പോൾ എപ്പോഴും അവന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ എന്ന ഒരു ഉത്തരവാദിത്ത ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മളുടെ വീട്ടുകാരോ നാട്ടുകാരോ നമ്മളുടെ കൂട്ടുകാരോ പാർട്ടിക്കാരോ നേതാക്കളോ ആരും നമ്മെ പിന്തുണക്കാത്ത ഒരു ദിവസത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ എണീറ്റ് നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ തീരാത്ത ദുഃഖത്തിന്റെ നരകത്തിൽ അകപ്പെട്ടു പോകും. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്ത് ധാരാളമുണ്ട്, സന്താനങ്ങളുണ്ട്, ഒന്നും പ്രയോജനം ചെയ്യാത്ത മഹാദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പാപമുക്തമായ നിഷ്കളങ്കമായ മനസ്സുമായി അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിൽ തിരിച്ചുവിടാൻ വേണ്ടി റമദാനിൽ നാം എടുത്ത തീരുമാനങ്ങൾ, പ്രതിജ്ഞകൾ അതെന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ, നടപ്പിലാക്കാൻ നാം തയ്യാറാവുക തന്നെ വേണം. പ്രത്യേകിച്ചും നമ്മളുടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമസ്കാരം, വുളൂ, ഖുർആൻ പാരായണം തുടങ്ങിയ ഈ കർമ്മങ്ങൾക്കൊന്നും പ്രത്യേകമായ ഇടവേളയിൽ റമദാൻ കഴിഞ്ഞില്ലേ, ഇനി കുറച്ചു കാലം കഴിയട്ടെ എന്ന് പറയാൻ പറ്റൂല. പെരുന്നാളിന്റെ അന്ന് ടൂർ പോകുമ്പോൾ നമുക്ക് ളുഹർ നിസ്കരിക്കണ്ടേ, എന്ത് നിസ്കാരം, നമ്മൾ ഇത്രയും കാലം നിസ്കരിക്കണ്ടേ, ഒരു ദിവസം നിസ്കാരം പോയാൽ എന്താ എന്ന് ഉപദേശിക്കുന്ന സുഹൃത്തിനെ നിങ്ങൾ സുഹൃത്തായി സ്വീകരിക്കരുത്. അള്ളാഹു നമ്മളോട് പറയുന്നത് ഫഇദാ ഫറഗ്ത ഫൻസബ്, വിശ്രമമില്ല, ഒന്നു കഴിഞ്ഞാൽ നീ അടുത്തതിലേക്ക് അധ്വാനിക്കുക. വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ റബ്ബിന്റെ പ്രതിഫലത്തെ നീ ആഗ്രഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചത് സൂറത്തുൽ ഹിജ്റിന്റെ അവസാനത്തെ ആയത്തിൽ കാണാം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം നിനക്ക് വന്നെത്തുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. മരണമാണ് നമുക്ക് നിസ്കരിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. മരിച്ചാ പിന്നെ നിസ്കരിക്കണ്ട, മരിക്കോളം നിസ്കരിക്കണം, മരിക്കോളം മുതൽ കൊടുക്കണം. ഈ അമലുകളൊക്കെ മരിക്കോളം നമ്മൾ ചെയ്യണം. ഇസ്ലാമിന്റെ നിയമങ്ങളിൽ സ്ഥിരമായി നിൽക്കാനാവുക എന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളുടെ മരണസമയം എത്തുന്നതിനു മുമ്പായി നമുക്ക് നിരാശയില്ല, റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നാം തെളിയിച്ചു കഴിഞ്ഞു. ഉഹുദ് യുദ്ധം കഴിഞ്ഞ്, ഉഹുദ് യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. ബദറിൽ മുസ്ലിങ്ങൾ വളരെ അപ്രതീക്ഷിതമായി അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി വിജയിക്കുകയുണ്ടായി. ഉഹുദിൽ വെച്ച് ശത്രുക്കൾ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുന്ന ഘട്ടം വന്ന സമയത്ത്, പിന്നീട് ഉഹുദിൽ അവസാന ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായെങ്കിലും അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ ശത്രുക്കൾ പറഞ്ഞിരുന്നു, നിങ്ങളെ ഞങ്ങൾ ഇനിയും വരും ആക്രമിക്കാൻ. മുസ്ലിങ്ങൾ അത് കരുതി നിൽക്കുന്ന ഒരു സമയമാണ്. മക്കയിൽ വെച്ച് ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പടക്കോപ്പ് കൂട്ടുന്നുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ മദീനയിലുള്ള മുസ്ലിങ്ങളോട് വിവരം പറഞ്ഞപ്പോ ആ മുസ്ലിങ്ങൾ പറഞ്ഞ മറുപടി സൂറത്തു ആലി ഇമ്രാനിലെ 173 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ ഈ സഹാബികളോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, മക്കയിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ പടക്കോപ്പ് കൂട്ടി യുദ്ധത്തിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഫഖ്ശൗഹും, നിങ്ങളത് അവരെ പേടിക്കണം, അവരെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെതിരെ വരാം. ഫസാദഹും ഈമാന, ഇത് കേട്ടപ്പോൾ വിശ്വാസികൾക്ക് അത് ഈമാനിനെ വർദ്ധിപ്പിക്കുകയുണ്ടായി. വഖാലു, എന്നിട്ടവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വകീൽ, അവനാണ് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായവൻ എന്ന് വിശ്വാസികൾ അവർക്ക് മറുപടി പറഞ്ഞു. അഥവാ അത്തരം ഒരു വെല്ലുവിളിയുടെ ഘട്ടത്തിൽ അവരുടെ ഈമാനിനെ അത് വർദ്ധിപ്പിച്ചു കളയുകയും അള്ളാഹുവിനുള്ള പ്രതീക്ഷ അവർക്ക് ഇരട്ടിയാവുകയും ചെയ്തു. നാമും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മളുടെ രാജ്യത്തിന്റെയും നമ്മളുടെ നാടിന്റെയും ഒക്കെ പോക്ക് കാണുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരമായിട്ടുള്ളത്. നമുക്കറിയാം, വിധി നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കറിയാം. കനത്ത ചൂടാണ്. ഇതൊന്നും ഒരു കാരണമല്ല. നമ്മുടെ രാജ്യത്തെ നിർണയിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാവരും പരമാവധി, വ്യക്തിപരമായി ഞാൻ പറയുന്നത്, വെള്ളിയാഴ്ചയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും നമ്മളുടെ അവകാശം, സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷേ
ഇത്തരമൊരവസരം ഇനി ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മളുള്ളത്. സുരക്ഷിതമായ കരങ്ങളിൽ ഈ രാജ്യത്തിന്റെ അധികാരം ചെങ്കോൽ കടിഞ്ഞാണെത്തിയില്ലെങ്കിൽ ശത്രുക്കൾ പല കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ശത്രുക്കളെ കുതന്ത്രങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് വിശ്വാസമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ജനങ്ങളെ വിളിച്ചിട്ട് 2 കൈവിരലുകളിൽ എണ്ണാവുന്ന അത്ര ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തെ തുപ്പി, അദ്ദേഹത്തെ കാർക്കിച്ചു തുപ്പി, അദ്ദേഹത്തെ ചീത്ത വിളിച്ചു, അദ്ദേഹത്തെ ശാരീരികമായി ഉപദ്രവിച്ചു. ഭാര്യയും മകനും പോലും അദ്ദേഹത്തിന്റെ സംഘത്തിലേക്ക് വന്നില്ല. അവസാനം ആ സമൂഹത്തെ, അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തിയ ആ സമൂഹത്തെ അള്ളാഹു വലിയ തൂഫാൻ കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. ഞാനാണ് റബ്ബ് എന്ന് ആക്രോശിച്ച ഫിറൗൻ തനിക്ക് എതിരായി ഇനി ഒരാളും ഉണ്ടാവുകയില്ല എന്ന് അഹങ്കരിച്ച ഫിറൗനിനെ, അവന്റെ പടയാളികളെ കടലിൽ മുക്കിക്കൊന്ന അള്ളാഹു മരിച്ചിട്ടില്ലെന്ന് നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായിരുന്ന വലിയ പണക്കാരൻ ഖാറൂൻ എന്ന് പറയുന്ന ആ പൈസക്കാരനെ ഭൂമിയിൽ ആഴ്ത്തി നശിപ്പിച്ച അള്ളാഹു ഇന്നുമുണ്ട്. റമദാനിൽ തന്നെ ബദറിൽ 3 ഇരട്ടി വരുന്ന ശത്രുക്കളെ, അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള അബൂജഹലിനെയും കൂട്ടാളികളെയും ഇല്ലായ്മ ചെയ്ത അള്ളാഹു, ആ അള്ളാഹു ഇപ്പോഴും ആകാശത്തുണ്ട് എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. കഅബാലയം തകർക്കാൻ യമനിന്റെ രാജാവായ അബ്രഹത്ത് വന്നെത്തി. അയാളെയും ആനപ്പട്ടാളത്തെയും അള്ളാഹു പ്രത്യേകമായ അബാബീലിനെ വിട്ടുകൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ആ അള്ളാഹു ഇന്നും നമ്മൾക്ക് പ്രതീക്ഷയായി ഉണ്ട്. ലോകത്ത് കഴിഞ്ഞു കടന്നുപോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള മുഴുവൻ സമുദായങ്ങളെയും അള്ളാഹു നശിപ്പിച്ചപ്പോൾ ആ സമുദായങ്ങൾക്ക് രക്ഷകരായി ഒരാളും വന്നിട്ടില്ല. ഒരുപാട് സമുദായങ്ങളെ അള്ളാഹു നശിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കൊടുങ്കാറ്റിലൂടെ, വെള്ളപ്പൊക്കത്തിലൂടെ, പലതരം ദുരിതങ്ങളിലൂടെയും നാം മുസ്ലിങ്ങളെയും നമ്മളുടെ ഇസ്ലാമിനെയും തകർക്കാൻ, അതിനെ ഇല്ലാതെയാക്കാൻ, തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ആരായാലും അവരെ അള്ളാഹു കൈകാര്യം ചെയ്യും. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ നമ്മൾ രക്ഷപ്പെടാൻ, നമ്മൾ ശരിക്കുള്ള വിശ്വാസികളായി മാറുക. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. സൂറത്തുൻ നൂറിലെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രാതിനിധ്യം നൽകും, അല്ലാഹു നിങ്ങൾക്ക് നിർഭയത്വം നൽകും, അല്ലാഹു നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നൽകും. ഒരൊറ്റ നിബന്ധന, യഅ്ബുദൂനനി, അവരെന്നെ മാത്രം ആരാധിക്കണം, ലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ അവരാരെയും പങ്കുചേർക്കാൻ പാടില്ല. എങ്കിൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ വിശ്വാസികൾക്ക് അല്ലാഹു അധികാരം നൽകും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികൾക്ക് നൽകിയതുപോലെ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയത്തിന് ശേഷം അല്ലാഹു അവർക്ക് നിർഭയത്വം പകരമായി നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അള്ളാഹു അവർക്ക് വേണ്ടി തൃപ്തിപ്പെട്ട ദീനിനെ അള്ളാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ ശിർക്ക് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ മടി കാണിക്കാതെ, അലസരാവാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാത്തിനും നിയന്ത്രണം വേണം. പ്രത്യേകിച്ച് നമ്മൾ റമദാനിൽ നിയന്ത്രിച്ചതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്, നമ്മളുടെ ഉറക്കത്തിന്, സംസാരത്തിന്, നമ്മളുടെ വിനോദങ്ങൾക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം. ഹറാമുകളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്തു പോകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നിയന്ത്രണങ്ങൾ നമ്മൾ പാലിച്ചേ മതിയാകൂ. അള്ളാഹു അടുത്ത റമദാനിൽ വരാനിരിക്കുന്ന നോമ്പിന് നമ്മെ ബാക്കിയാക്കുമോ എന്ന് നമുക്കാർക്കും ഉറപ്പില്ല. അതുകൊണ്ട് റമദാനിൽ നാം നേടിയെടുത്ത ഈ ആത്മവിശുദ്ധിയും നന്മ ചെയ്യാനുള്ള ഈ മനസ്സും ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. പെരുന്നാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷമാണ്. വിശ്വാസികൾക്ക് പ്രധാനമായും 2 ആഘോഷമാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറാണ്, മറ്റൊന്ന് ഈദുൽ അദ്ഹ, ബലി പെരുന്നാളാണ്. അതുകൊണ്ട് ആഘോഷവും ഇസ്ലാമിൽ പവിത്രമാണ്, ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് പരിധി വിട്ടുള്ള ആഘോഷങ്ങൾ, അമിതമായ വിനോദങ്ങൾ, അനാവശ്യമായ ആഘോഷങ്ങൾ വേണ്ട. പലപ്പോഴും എല്ലാ ആഘോഷങ്ങളും നാട്ടിൽ അടിപൊളിയാണ്. ഇപ്പൊ എന്തും ആഘോഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. എല്ലാത്തിനും എന്നാ പോവാ പാർട്ടി. ഇതെന്താ പാർട്ടി? പാർട്ടിന്റെ കാരണം കേട്ട ചിലപ്പോൾ നമ്മൾ അന്തം വിട്ട് ചിരിച്ചു പോകും. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ ചെന്ന ഇഷ്ടംപോലെ ആളുകളാണ്. അപ്പൊ ഈ ആഘോഷങ്ങളെല്ലാം ഒരു അടിപൊളിയാക്കുക, എന്തിന്റെ പേരിലായാലും ആഘോഷിക്കുക എന്ന ഈ ഒരു കാലത്ത് പെരുന്നാൾ ആഘോഷം ഒരിക്കലും ഇസ്ലാമിന്റേതായ പരിധികൾ അത് വിട്ടുകൊണ്ടുള്ള ഒരു ആഘോഷത്തിലേക്ക് പോകാൻ പാടില്ല. നിർബന്ധ നമസ്കാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം നമുക്കില്ല. ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ കൊണ്ട്, ലഹരി ഉപയോഗിച്ചുകൊണ്ടോ
മറ്റനാവശ്യ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ ഉള്ള ആഘോഷമില്ല. എന്നാൽ സന്തോഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെരുന്നാളിന്റെ ദിവസങ്ങൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും പരസ്പരം കുടുംബബന്ധം പുതുക്കാൻ വേണ്ടി കുടുംബ വീടുകൾ സന്ദർശിക്കുകയും നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിയല്ലാതെ പിന്നെ വേറൊരു വഴിയിലൂടെ തിരിച്ചു പോവുക, ഇതൊക്കെ റസൂലിന്റെ ചര്യയാണ്. പൊതുവിൽ പെരുന്നാളിന് നടക്കുന്ന ഒരു പ്രശ്നം രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദുർവ്യയവും മറ്റൊന്ന് അമിതവ്യയവും. ഇസ്രാഫ്, തബ്ദീർ രണ്ടും ഇസ്ലാം വിലക്കിയതാണ്. രണ്ടും അമിതവ്യയം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സംഗതിക്ക് ആവശ്യത്തിലധികം ചെലവഴിക്കുക. പെരുന്നാളിന് ഒരു വീട്ടിൽ 10 ആളുണ്ടെങ്കിൽ ഒരു 150 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക, അത് അമിതവ്യയമാണ്. ആവശ്യമുള്ള കാര്യത്തിന് ആവശ്യത്തിലധികം ചെലവഴിക്കുക, അത് ഇസ്ലാം വിലക്കിയതാണ്. കുലു വശ്റബു വലാ തുസ്രിഫു, തിന്നുക കുടിക്കുക, പക്ഷെ നിങ്ങൾ അളവിൽ കൂടാൻ പാടില്ല, അമിതമാകരുത്. ദുർവ്യയം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ചെലവഴിക്കലാണ്. തബ്ദീർ എന്നാണ് അതിന് ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത്. വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ധൂർത്തടിക്കാൻ പാടില്ല, അനാവശ്യമായി ചിലവഴിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചിന്റെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ് ധൂർത്തടിക്കുന്ന ആളുകൾ. എന്താണ് ഈ ദുർവ്യയം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ പെരുന്നാളിന് തന്നെ അല്ലെങ്കിൽ പെരുന്നാളിന്റെ തലേന്ന് പല സ്ഥലങ്ങളിലും ഈ വിഷുവിനൊക്കെ പൊട്ടിക്കണമാതിരി കരിമരുന്ന് പ്രയോഗം, മത്താപ്പൂ, ആയിരക്കണക്കിന് ഉറുപ്യ ചെലവഴിച്ചിട്ട് അനാവശ്യമായി ഒരാവശ്യമില്ലാത്തൊരു ചെലവഴിക്കലാണ്, ദുർവ്യയമാണ്. അതിന് തീർച്ചയായും അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. നമുക്ക് ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് പണം ചെലവഴിക്കാൻ അനുവാദമുള്ളൂ. പലപ്പോഴും ഇതും കവിഞ്ഞ് പെരുന്നാളിന്റെ ആഘോഷം, ആ ആഘോഷത്തിന് വേണ്ടി മദ്യപിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ഹറാമുകളിലൊന്നും നമ്മൾ ആഘോഷത്തെ കൊണ്ടുചെന്നാക്കാൻ പാടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും ചില ആളുകളെങ്കിലും റമദാനിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷിക്കുന്നവരുണ്ടാകും. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായിട്ട് പോലും റമദാനിനെ വേണ്ട വിധം ഉപയോഗിക്കാൻ സാധിക്കാത്ത ദൗർഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിച്ച അതിർവരമ്പുകൾ ലംഘിക്കുന്ന തരത്തിലുള്ള അനിയന്ത്രിതമായ വിനോദങ്ങളോ ആഘോഷങ്ങളോ നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീർച്ചയായും തീരുമാനിക്കണം. അത്തരത്തിൽ അള്ളാഹുവിനെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹു നമ്മളെയും സഹായിക്കും. നമ്മൾക്ക് അള്ളാഹു ധൈര്യം നൽകി നമ്മുടെ പിന്നിലുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, നന്മകളുടെ, റബ്ബിനെ ഓർത്തെടുക്കാനുള്ള ഒരു ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, പലപ്പോഴും നമ്മളുടെ ബന്ധങ്ങൾ പഴയകാലത്തേതിനേക്കാളും പലപ്പോഴും പലരുടെയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിട്ടുണ്ട്. പല കാരണങ്ങൾ, നിസ്സാരമായ കാരണങ്ങളായിരിക്കും. ബന്ധങ്ങൾ പുതുക്കാനും പരസ്പരം ഏതെങ്കിലും കാരണത്താൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പിണക്കം മാറ്റി ഒത്തൊരുമയോടെ പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് പെരുന്നാളിന്റെ നന്മകൾ പരസ്പരം പ്രാർത്ഥിച്ച് അങ്ങനെ നല്ല ബന്ധങ്ങളിലേക്ക് തിരിച്ചു വരാനുമുള്ള നല്ലൊരു സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാവർക്കും ആ ദിവസങ്ങൾക്കുള്ളിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരു വ്യക്തിക്കൊഴികെ. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹു അതിനിടയിൽ ചെയ്ത ശിർക്കല്ലാത്ത പാപങ്ങൾ പുറത്തു കൊടുക്കും, ഒരു വ്യക്തിക്കൊഴികെ. ബൈനഹു വബൈന അഖീഹി ശഹ്നാഉ, അവനും അവന്റെ ഒരു സുഹൃത്തും തമ്മിൽ പിണക്കമുണ്ട്. അപ്പോൾ അള്ളാഹു പറയും, ഉൻദുറു ഹാദൈനി ഹത്താ യസ്തലിഹ, ഈ രണ്ടാളുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഈ വിശ്വാസികൾ, അൻദിറു, അവർക്ക് നിങ്ങൾ ഒരു സാവകാശം കൊടുക്കുക, അവർ മിണ്ടുന്നുണ്ടോ എന്ന് നോക്കുക, പരസ്പരം പിണക്കം മാറുന്നുണ്ടോ എന്ന് നോക്കുക. അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസിൽ 3 തവണയാണ് അല്ലാഹു ആവർത്തിച്ചു പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ മരണത്തോടുകൂടി ഒരു ചെറിയ രോഗം വന്നാൽ മതി, നമ്മുടെ ഈഗോ എല്ലാം അവസാനിക്കും. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ കേരളത്തിലെ യുക്തിവാദികളുടെ നേതാവായ ഒരു വ്യക്തി, ഗ്രന്ഥകാരൻ, അയാൾ മരണപ്പെടുകയുണ്ടായി. പ്രസിദ്ധനായ ഒരാളാണ്. മരിക്കുന്നതിന് മുമ്പ് അയാൾ പലവട്ടം കലിമ ചൊല്ലി എന്ന് നമ്മൾക്ക് മെസ്സേജ് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, ചൊല്ലിയോ? കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു ഗ്രന്ഥം എഴുതിയ ആളാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരമാവധി വിമർശിച്ച ഒരു വ്യക്തിയാണ് വൃത്തികെട്ട ഭാഷയിൽ. പക്ഷേ അവസാനമായപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം കലിമ ചൊല്ലി മരണപ്പെട്ടു എന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിണക്കങ്ങൾ അല്ലെങ്കിൽ ധിക്കാര സ്വഭാവങ്ങൾ നമ്മൾക്ക് മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ രോഗമായാൽ നമ്മൾ പലപ്പോഴും ആളുകൾ നമുക്ക് വേണ്ടി വരും. എല്ലാ പിണക്കങ്ങളും മാറും. പാപ്പയും മക്കളും സഹോദരങ്ങളും അയൽപ്പക്കക്കാരും. അതുകൊണ്ട് പെരുന്നാൾ ദിനത്തിൽ ഒരു വെറുപ്പുമില്ലാതെ എല്ലാ വെറുപ്പും മാറ്റിവെച്ച് നമ്മൾ ഹൃദയങ്ങൾ ഒന്നിപ്പിക്കാൻ എല്ലാവരും മുൻകൈയെടുക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാം റബ്ബിന്റെ വിചാരണയ്ക്ക് മുന്നിൽ ഹാജരാകേണ്ടവരാണ് എന്ന ഒരു ബോധം നമുക്കെല്ലാ സമയത്തും ഉണ്ടാകണം. വിദ്വേഷവും പകയും ഹൃദയത്തിൽ നിന്ന് കഴുകിക്കളഞ്ഞുകൊണ്ട് കുടുംബബന്ധത്തെ ചേർത്ത് ഈ റമദാൻ പൂർത്തിയാക്കി പെരുന്നാൾ ആഘോഷിക്കാൻ തൗഫീഖ് നൽകിയ റബ്ബിനെ ശരിക്കും പ്രകീർത്തിച്ചുകൊണ്ട്
ആ തക്ബീറുകൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തിന് അർത്ഥം നൽകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ അവനിഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമ്മൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗത്തും കഷ്ടതകളും പീഡനങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ ക്ഷമയും വിവേകവും സഹനവും പ്രദാനം ചെയ്യണേ. അവർക്ക് സൗഖ്യവും സംരക്ഷണവും നൽകണേ അല്ലാഹ്. പാവപ്പെട്ട ഈ മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാൻ മനപൂർവ്വം ശ്രമിക്കുന്ന അവർ ആരായിരുന്നാലും അവരുടെ കാര്യം ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. നിയമത്തിന്റെയും ഭരണകൂടങ്ങളുടെയും തണലിൽ തഴച്ചു വളരുന്ന ഇത്തരം ദുശക്തികളുടെ കാര്യം നീ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ നിന്നെ കഴിയുന്ന രൂപത്തിൽ വഴിപ്പെട്ടു ജീവിക്കാം, നിനക്ക് ആരാധനകൾ ചെയ്ത് അനുഷ്ഠാനങ്ങൾ നിർവഹിച്ച് പരമാവധി തഖ്വയോടെ ജീവിക്കാൻ ശ്രമിക്കാം. വിശ്വാസ പ്രമാണങ്ങളിൽ അടിപതറാതെ തന്നെ നിന്റെ ദീനിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം, സഹായിക്കാമെന്ന് നീ നൽകിയ വാഗ്ദാനം ഞങ്ങൾക്ക് നീ പാലിക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ ഈ പെരുന്നാൾ സുദിനത്തിന് ശേഷവും റമദാനിൽ ഞങ്ങൾ നേടിയെടുത്ത ആത്മീയമായ ആ ചൈതന്യവും തഖ്വയും നിലനിർത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖും സന്മനസ്സും നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുൻമുഖാമികളായ സജ്ജനങ്ങളുടെ മാർഗത്തിൽ കുടുംബത്തോടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.